അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞു നടന്ന പാറൂട്ടിയും മാളുവും കൂടെ അപ്രതീക്ഷിതമായി ഒരു കുളക്കോഴിയുടെ ശബ്ദം കേട്ട് അവിടുത്തെ കുളക്കരയിലേക്ക് ചെന്നു. ആദ്യമായിട്ടാണ് അവർ ആ ശബ്ദം കേൾക്കുന്നത്. പക്ഷെ ഒരു ഉൾപ്രേരണ ലഭിച്ചതുപോലെ പാറൂട്ടി അതേ ശബ്ദം അതുപോലെ പുറപ്പെടുവിച്ചു. അപ്പം മാളുവിന് അത്ഭുതമായി. വീണ്ടും അത്ഭുതം ഉണ്ടാവാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായി. ഇതിന് മറുപടി എന്നോണം അങ്ങേ തലക്ക് നിന്ന് കുളക്കോഴി വീണ്ടും ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് ഈ കുളക്കോഴി ഓരോ കാൽവെപ്പിലും ആ വിളി ആവർത്തിച്ചുകൊണ്ട് പാറുക്കുട്ടിയുടെ അരികിലേക്ക് വളരെ താല്പര്യത്തോടെ നടന്നു വരുന്നതാണ്. അങ്ങനെ വിളിയും തിരികെയുള്ള വിളിയുമായി പാറുക്കുട്ടിയും കുളക്കോഴിയും ഒരുമിച്ചാണ് പിന്നീട് വീട്ടിലേക്ക് നടന്നത്. കൂടെ തന്നെ മാളും ഉണ്ട്. പട്ടിയും മക്കളും ആക്രമിക്കും എന്ന് തോന്നുന്നത് വരെ കുളക്കോഴി ഇവരുടെ പിന്നാലെ അങ്ങ് വന്നു. പിന്നെ പേടിച്ച് കുളത്തിലേക്ക് ഓടിയും പറന്നും അത് തിരികെ പോയി. ഈ സംഭവം അവിടെ ഉണ്ടായവർക്കും എന്തിന് പാറുക്കുട്ടിയെ തന്നെ അത്ഭുതം ഉണ്ടാക്കി. പെട്ടെന്ന് കേട്ട ഒരു ശബ്ദത്തെ അതേപടി തിരിച്ച് പുറപ്പെടുവിക്കുക എന്നൊരു കഴിവ് തൻ്റെ ഉള്ളിലുണ്ട് എന്ന് പാറുക്കുട്ടി പോലും മനസ്സിലാക്കുന്നത് ഇന്നാണ്. ഉടനെ തന്നെ മറ്റൊരു അത്ഭുതം കൂടി അവിടെ സംഭവിച്ചു. 3 പട്ടികളുടെയും ഒരുമിച്ചുള്ള കുര പാറുക്കുട്ടി അതുപോലെ അനുകരിക്കാൻ തുടങ്ങി. ഇത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് കേട്ട് പട്ടികൾ പോലും അന്തിച്ച് നിന്നുപോയി. പിന്നെ അവ സ്നേഹസ്വരങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവൾക്ക് ചുറ്റും വട്ടമിടാൻ തുടങ്ങി. ഈ ശബ്ദങ്ങളൊക്കെ കേട്ട് മാളുവിൻ്റെ അമ്മ എന്താ ഇവിടെ എന്ന് അന്വേഷിച്ച് ഓടിയെത്തി. അത്ഭുതം എന്ന് പറയാലോ, മാളുവിൻ്റെ അമ്മയുടെ ആ ശബ്ദത്തെയും പാറക്കുട്ടി അതുപോലെ അനുകരിച്ചു. കൂടി നിന്നവരൊക്കെ അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ടിരുന്നു. പതിവിലേറെ വിപരീതമായി പാറക്കുട്ടി ചിരിക്കാൻ തുടങ്ങി. ഉച്ചത്തിൽ അവൾ അങ്ങനെ ചിരിച്ച് ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ്. അവിടെ കൂടിയിരുന്ന ആളുകളിൽ അവളുടെ ഈ ചിരിയും അത്ഭുതം ഉണ്ടാക്കുകയുണ്ടായി. കാരണം പാറക്കുട്ടി ഇങ്ങനെ ചിരിക്കുന്നത് ഇന്നേ വരെ ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. എന്തിന് പാറക്കുട്ടി പോലും. തൊട്ടടുത്ത അയലിൽ ഒരു നീല സാരി ഉണക്കാനിട്ടിരുന്നു. പാറക്കുട്ടി ചിരിച്ചുകൊണ്ട് ഓടി ഈ സാരിയും എടുത്ത് തൻ്റെ ദേഹത്തെ ചുറ്റിപ്പിടിച്ച് സന്തോഷത്തോടെ ചിരിക്കാൻ തുടങ്ങി. പിന്നീട് ആ ചിരി നിയന്ത്രണാതീതമായി അങ്ങ് നീളുകയാണ്. പക്ഷെ പതിയെ പതിയെ ഈ മിമിക്രി ആസ്വദിച്ച് നിന്നവർക്കും ഇവളുടെ ഈ ചിരി കണ്ടു നിന്നവർക്കും ഉള്ളിൽ അസാധാരണമായിട്ടുള്ള ഒരു പേടി വരാൻ തുടങ്ങി. പാറക്കുട്ടിയാകട്ടെ ചിരിച്ച് ചിരിച്ച് ശ്വാസം മുട്ടി ഒടുവിൽ തളർന്നു വീണു. പിന്നീട് ഒരു അനക്കവുമില്ല. കൂടി നിന്നവരൊക്കെ ഓടി അടുത്ത് വന്നു. വീട്ടിലെ ജോലിക്കാരും ഒട്ടു നടക്കാൻ വയ്യാത്ത മുത്തശ്ശി പോലും പൂമുഖത്തെത്തി. മുഖത്ത് തണുത്ത വെള്ളം തുടർച്ചയായി തളിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്രമേണ ബോധക്ഷയം മാറി. പക്ഷേ അവിടെ ഭയപ്പെടാനുള്ള മറ്റൊരു സംഭവം കൂടി നടന്നു. പതിയെ പതിയെ, അതായത് ഈ ബോധക്ഷയം നീങ്ങിപ്പോകുന്നതിന് കണക്കായി തന്നെ പാറക്കുട്ടിയുടെ ശരീരത്തിൻ്റെ നിറം നീലയായി മാറാൻ തുടങ്ങി. നെറ്റിയിൽ നിന്നും ചെവികളിൽ നിന്നുമാണ് ഈ നിറം മാറ്റം തുടങ്ങുന്നത്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ശരീരം മുഴുവൻ നീല നിറം വ്യാപിച്ചു. വേറെ ഒരു അസുഖത്തിൻ്റെയും ലക്ഷണമില്ലായിരുന്നെങ്കിലും ഇത് വല്ലാത്തൊരു കാഴ്ചയായി. കല്യാണത്തിന് പോയവരെ പെട്ടെന്ന് വിളിച്ച് കാര്യം പറഞ്ഞ് പരിഭ്രമിപ്പിക്കേണ്ട എന്നും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നീട് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും മാളുവിൻ്റെ അച്ഛൻ തീരുമാനമെടുത്തു. അങ്ങനെ വിവാഹാഘോഷം നടക്കുന്ന അതേ പട്ടണത്തിലുള്ള ആശുപത്രിയിൽ പാറൂട്ടിയെ പ്രവേശിപ്പിച്ചു. രക്തപ്രവാഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൊണ്ട് സാധാരണ കുട്ടികളിൽ ഇങ്ങനെ നിറം മാറ്റം ഉണ്ടാവാറുണ്ട് എന്ന് അവിടുത്തെ ഡോക്ടർ വിധി എഴുതി. പക്ഷേ അത്തരത്തിലുള്ള ഒരു വിഷമവും പാറക്കുട്ടിയുടെ ശരീരത്തിൽ കാണുന്നില്ല. ഉടനെ തന്നെ പാറക്കുട്ടിയുടെ ബന്ധുക്കളെ വിവരമറിയിച്ച് വരുത്തിക്കുകയുണ്ടായി. പാറക്കുട്ടിയുടെ ശരീരത്തിൻ്റെ നിറമാറ്റം അപ്പോഴും അതേപടി തന്നെ നിലനിൽക്കുകയായിരുന്നു. ഡോക്ടർ വിശദീകരിക്കാനും ശ്രമിച്ചു. തൊലിയുടെ ഉപരിതലം പ്രതിഫലിപ്പിക്കുന്ന വെളിച്ചത്തിൻ്റെ സ്വഭാവമാണ് ദേഹത്തിൻ്റെ നിറം നിശ്ചയിക്കുന്നത്. ഒരു തരം വെളിച്ചവും പ്രതിഫലിപ്പിക്കുന്നില്ല എങ്കിൽ കറുപ്പ്, അല്ലെങ്കിൽ ഏത് നിറമാണോ പ്രതിഫലിപ്പിക്കുന്നത് ആ നിറമോ, അതുമല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന എല്ലാ നിറങ്ങളുടെയും കൂട്ടമായോ ഏതാണെങ്കിൽ അത്. പ്രകൃതിയിൽ ഇത് സാധാരണ കാണാറ് ഓന്തുകളിലാണ്. ഇരിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് അതിനെ വേർതിരിച്ചറിയാൻ വയ്യാത്ത നിറം ഓന്തിൻ്റെ ശരീരത്തിന് കിട്ടുന്നു. ഈ കാര്യം ഒരു അത്ഭുതമാണ്, പക്ഷേ അത്ര അത്യപൂർവം ഒന്നുമല്ല. പല ജീവികൾക്കും ഈ കഴിവുണ്ട്.
മനുഷ്യരിൽ കാണാറില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, വിഷമാവസ്ഥ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ സമാധാനമായി. പാറുക്കുട്ടിയുടെ അച്ഛനും 2 അമ്മാവന്മാരും തിരിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് ചെല്ലട്ടെ എന്ന പൊതു തീരുമാനം ഉണ്ടാവുകയും ചെയ്തു. കാറിൽ തിരിച്ചു വരുമ്പോൾ അമ്മ പാറുക്കുട്ടിയെ നോക്കിക്കൊണ്ടേയിരുന്നു. ഇത് തൻ്റെ മകൾ തന്നെയാണോ? ഇതുവരെ കറുപ്പ് എന്ന ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴിതാ തൻ്റെ മകൾ ഒരു അത്ഭുത കാഴ്ചയായിരിക്കുന്നു. അങ്ങനെ നോക്കി നിൽക്കെ മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചു. പാറുക്കുട്ടിയുടെ ശരീരം പതിയെ പതിയെ പഴയ കറുപ്പു നിറത്തിലേക്ക് തിരികെ വരുന്നത് കണ്ടു. അതോടെ അമ്മയുടെ മനസ്സിൽ ഒരു സമാധാനം കിട്ടി. കല്യാണം കഴിഞ്ഞ് ആളുകളും ബഹളവും ഒക്കെ തിരിച്ചു വന്നു. പക്ഷേ എല്ലാവരും ആദ്യം അന്വേഷിച്ചത് പാറുക്കുട്ടിയെയാണ്, ഈ അത്ഭുത കാഴ്ച കാണാൻ. ഒരു കാര്യം മനസ്സിലാക്കണം, കഥ ആരംഭിക്കുമ്പോൾ എന്താ ഉണ്ടായത്? പാറുക്കുട്ടിയെ ആരും ശ്രദ്ധിക്കാറേയില്ല. പക്ഷെ ഇപ്പോഴോ പാറുക്കുട്ടിയെ കാണാനാണ് കല്യാണത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നവർ പോലും ആദ്യം ശ്രമിക്കുന്നത്. കല്യാണ ചെക്കനെയോ പെണ്ണിനെയോ കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ആദ്യം കാണേണ്ടത് പാറുക്കുട്ടിയുടെ ഈ അത്ഭുതപൂർണമായ ശരീരത്തെയാണ്. അടുത്ത ഭാഗത്ത് പാറുക്കുട്ടിയെ കൂട്ടി പുതിയ വിദ്യാലയത്തിൽ ചേർക്കാൻ വേണ്ടി പോവുകയാണ്. നിറയെ പൂച്ചെടികളും പൂമരങ്ങളുമുള്ള തൂവെള്ളച്ചായം പൂശിയ സ്കൂള് പാറുക്കുട്ടിക്ക് അതിയായി ഇഷ്ടപ്പെട്ടു. അച്ഛനും അമ്മയും ചേച്ചിയും അനിയനും എല്ലാവരും കൂടെയാണ് സ്കൂളിലേക്ക് പോയത്. നന്നേ രാവിലെ പുറപ്പെട്ടിട്ടും ഉച്ചയായി അവിടെ എത്താൻ. തന്നെ തനിച്ചു നിർത്തി തിരികെ പോകും മറ്റുള്ളവർ എന്ന് പാറുക്കുട്ടിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഒരാഴ്ചയോളമായി അമ്മ അതിനുവേണ്ടി പാറുക്കുട്ടിയെ ഒരുക്കുകയായിരുന്നു. തൻ്റെ കാര്യങ്ങൾ കഴിയാവുന്നത്ര സ്വയം ചെയ്യാൻ ശീലിപ്പിക്കൽ. താൻ വേറെ ഒരുതരം ആളാണെന്ന ബോധം ഓർമ്മ വച്ച നാൾ മുതൽ ഉള്ളതുകൊണ്ട് പാറുക്കുട്ടി ഇതും ആരും പറയാതെ തന്നെ പണ്ടേ തുടങ്ങിയതാണ് ശീലിക്കാൻ. ആരും കാണാതെയേ കരയാറുള്ളൂ. അങ്ങനെ തമ്മിൽ പിരിയാൻ പോവുകയാണ് എന്ന് അവളുടെ അനിയൻ അറിയില്ല. ചേച്ചിക്കാകട്ടെ അതിനെ സംബന്ധിച്ചൊരു മമതയുമില്ല. അതുകൊണ്ട് അമ്മയെ പിരിയുന്നതിൽ മാത്രമായിരുന്നു പാറുക്കുട്ടിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നത്. ആ സ്കൂളിൽ പാറുക്കുട്ടിയുടെ കൂട്ടുകാരിയായി നേരത്തെ തീരുമാനിക്കപ്പെട്ടത് സിസ്റ്റർ ലീനയായിരുന്നു. അവരെ പ്രിൻസിപ്പൽ പരിചയപ്പെടുത്തി കൊടുത്തു. ചിരിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മുഖമുള്ള നീണ്ടു മെലിഞ്ഞിട്ടുള്ള ഒരു ഇരുനിറക്കാരിയായിരുന്നു സിസ്റ്റർ ലീന. ആദ്യത്തെ നോട്ടത്തിൽ തന്നെ പാറുക്കുട്ടിക്ക് ആ സിസ്റ്ററോട് അതിയായ സ്നേഹവും ആദരവും ബന്ധവും തോന്നുകയുണ്ടായി. സിസ്റ്റർ ലീന അവളെ സ്കൂളിലെ ക്ലിനിക്കിലേക്ക് ക്ഷണിച്ചപ്പോൾ അവിടെ നിന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ പാറുക്കുട്ടി അല്പം ഒരു മടിയോടെയാണെങ്കിലും അവരോട് പറയുന്നുണ്ട്. അത് കേട്ടതോടെ അവരിൽ വല്ലാത്തൊരു വേദനയുണ്ടായി. ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ അവളെ അണച്ചു പിടിച്ച് അവർ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നു. പാറുക്കുട്ടിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പുകയാണ് അപ്പോൾ ചെയ്തത്. അതിനിടെ അടുത്തുകൂടി പറക്കുന്ന കുറച്ച് കുരുവികളെ പാറുക്കുട്ടി കാണുകയുണ്ടായി. പെട്ടെന്ന് ഒരു സന്തോഷത്തോടെ ആ പക്ഷിയുടെ സ്വരം പാറുക്കുട്ടി പുറപ്പെടുവിക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ടതും ഈ കുരുവികളാകെ സന്തോഷത്തോടെ ഈ പാറുക്കുട്ടിയുടെ ചുറ്റും വന്ന് പറന്ന് കളിക്കാൻ തുടങ്ങി. ആരെയും ഉപദ്രവിക്കാത്ത പക്ഷികളാണെങ്കിലും എല്ലാവരും ഇത് കണ്ടപ്പോൾ ആദ്യമൊന്ന് ഭയന്നു. പക്ഷേ ഡോക്ടർ അമ്മയ്ക്ക്, അതായത് സിസ്റ്റർക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലായി. പാറുക്കുട്ടി കിളികളുടെ ശബ്ദം പിന്നീടും പുറപ്പെടുവിക്കാത്തത് കൊണ്ട് അവ ക്രമേണ അകന്ന് പാറിപ്പോവുകയുണ്ടായി. ജീവികളുടെയോ അല്ലാതെ എന്തു ആകട്ടെ പുതിയതായി കേൾക്കുന്ന ഏത് ശബ്ദവും അപ്പോൾ തന്നെ പിടിച്ചെടുത്ത് അതുപോലെ അനുകരിക്കാനുള്ള ഒരു കഴിവ് പാറുക്കുട്ടിക്കുണ്ട്. ഈ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ സ്കൂളിലൊക്കെ പരക്കുകയുണ്ടായി. വീട്ടിലാകട്ടെ അവളുടെ ഈ കഴിവുകളെയൊക്കെ അടിച്ചമർത്താനാണ് അവിടെയുള്ള ആളുകൾ ശ്രമിച്ചത്. പക്ഷെ സ്കൂളിൽ അതിൽ പുറപ്പെടുവിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ പാറുക്കുട്ടിക്ക് ലഭിക്കുകയായി. ഏറെ വൈകാതെ എല്ലായിടത്തും ഒരു സ്റ്റാറായി മാറുകയായി നമ്മുടെ പാറുക്കുട്ടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്കൂളിൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാറുക്കുട്ടിയാകട്ടെ വെളുത്ത യൂണിഫോമും വെളുത്ത ഷൂസും സോക്സുമാണ് ധരിച്ചിരുന്നത്. പെട്ടെന്ന് ആളുകളെയൊക്കെ അമ്പരപ്പിക്കുമാറ് കറുകറുത്ത പാറുക്കുട്ടി വെളുക്കാൻ വേണ്ടി തുടങ്ങി. സ്കൂളിൽ അന്നത്തെ സമയത്ത് നിറയെ വെള്ള സാധനങ്ങളാണ് ചുറ്റും ഉണ്ടായിരുന്നത്. സ്കൂൾ ബാൻഡുകാർക്കും വെള്ള യൂണിഫോം, ഡ്രമ്മിനും വെള്ള, സ്കൂളിൻ്റെ അങ്കണത്തിൽ അതിരിടുന്ന വെള്ള ബോഗൈൻ വില്ലകൾ, അതിൽ നിറയെ വെള്ളപ്പൂക്കളും, മേലെ ശുദ്ധനീല ആകാശം പോലെ നിറയെ വെള്ള മേഘങ്ങളും. പെട്ടെന്ന് തന്നെ ബോധമില്ലാതെ മാറിയ പാറുക്കുട്ടിയെ സ്കൂളിലെ ക്ലിനിക്കിലെത്തിച്ച് ഡോക്ടർ പരിശോധിച്ചു. അപ്പോഴാണ് ആ അത്ഭുതം കണ്ടത്. ഈ ദേഹം വെളുത്തു വരുന്നത്. ഇറുകിയ ഉടുപ്പുകൾ അഴിച്ചപ്പോൾ അത്ഭുതം 10 മടങ്ങായി മാറി.
കൈകാലുകൾ മാത്രമല്ല, ദേഹം മുഴുക്കെ വെളുത്തു വരുന്നു. ദേഹത്തിന്റെ നിറം മുൻപ് നീലയായി മാറിയ ആ കഥയുണ്ടല്ലോ, അത് സ്കൂളിലെ മാതാപിതാക്കൾ അറിയിച്ചിരുന്നു. ഏതായാലും ബോധക്ഷയത്തിന് നൽകിയ പ്രാഥമിക ശുശ്രൂഷയുടെ ഫലം കാണാൻ കാക്കാതെ സ്കൂൾ വക ആംബുലൻസ് തന്നെ കുട്ടിയെ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തുമ്പോഴേക്കും പാറുക്കുട്ടിയുടെ നിറം പഴയ പോലെ കറുത്തതായി മാറുകയും ചെയ്തു. വീട്ടുകാരോടൊക്കെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അവർ പിന്നെ പാറുക്കുട്ടിയെ കാണാൻ വരുന്നു. പതിയെ പതിയെ വീട്ടിലും നാട്ടിലും പാറുക്കുട്ടിയോടുള്ള ആ ഒരു ഇഷ്ടക്കുറവ് മാറാൻ വേണ്ടി തുടങ്ങി. മുറിയിലെ മേശപ്പുറത്ത് ലീനച്ചേച്ചിയാകട്ടെ പാറുക്കുട്ടിയുടെ 2 ചിത്രങ്ങളും ഫ്രെയിം ചെയ്ത് വച്ചിരുന്നു. കറുത്ത കുട്ടിയും വെളുത്ത കുട്ടിയും. അതിലേതാണ് താൻ എന്നതിൽ പാറുക്കുട്ടിക്ക് ശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. കറുപ്പ് തന്നെ. പക്ഷേ ആ കറുപ്പ് ശാശ്വതമല്ല എന്നും വെളുപ്പോ നീലയോ ആകാം എന്നുകൂടി വന്നതുകൊണ്ട് ആ കറുപ്പിന്റെ കട്ടി പതിയെ കുറഞ്ഞു വരികയായി. അതൊരു സങ്കടം അല്ലാതെയായി, ഒരു കറുത്ത ഉടുപ്പിട്ടതുപോലെ മാത്രം. ഒരു ദിവസം പാറുക്കുട്ടിയെ കാണാൻ ഒരു അതിഥി വന്നു. അതിഥിയോട് പാറുക്കുട്ടി അവരുടെ അഭ്യർത്ഥന അവരുടെ സ്വരത്തിൽ തന്നെ ആവർത്തിച്ചു. പ്ലീസ് അലൗ മീ ടു ബി യുവർ ഫ്രണ്ട്. അത് കേട്ടതും ആ അതിഥി അന്തിച്ചുപോയി. അവർ പാറുക്കുട്ടിയെ അണച്ചു പിടിച്ചു. അതിനിടെ മേശപ്പുറത്തിരുന്ന ചിത്രങ്ങൾ ആ സംഘത്തിലെ കുറച്ചാളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അവരെല്ലാവരും കാര്യങ്ങൾ ഡോക്ടർ അമ്മയോടുമായി സംസാരിച്ച് ചർച്ചകൾക്കൊടുവിൽ അമേരിക്കയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സർവകലാശാലയിലേക്ക് പാറുക്കുട്ടിയെ നിരീക്ഷണത്തിനും പഠനത്തിനുമായി വിട്ടയക്കുമോ എന്ന് അവർ കുടുംബത്തോട് ചോദിക്കാൻ തീരുമാനിച്ചു. പാറുക്കുട്ടിയുടെ അച്ഛനും അമ്മയും ഒരു ദിവസം ഇത് പ്രമാണിച്ച് സ്കൂളിലേക്ക് വരികയുണ്ടായി. പക്ഷേ കുട്ടിയുടെ കൂടെ വിദേശത്ത് പോയി നിൽക്കാൻ അവളുടെ അച്ഛനോ അമ്മയ്ക്കോ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ വച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ, അവളെ ഇവിടെ വെച്ച് പഠിപ്പിച്ചുകൂടെ എന്നവർ ചോദിച്ചെങ്കിലും അതിന് സാധിക്കുകയില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. സാധാരണ മുതിർന്നവർ എന്തു തന്നെ പറഞ്ഞാലും അതിനെ അതേപടി അനുസരിക്കുക എന്നതായിരുന്നു പാറുക്കുട്ടിയുടെ ശീലം. പക്ഷേ ഓർക്കാപ്പുറത്താണ് പാറുക്കുട്ടി പറഞ്ഞത്. ലീന ചേച്ചിയുടെയും ഡോക്ടർ അമ്മയുടെയും കൂടെ ഇവിടെ കഴിയാനാണ് എനിക്കിഷ്ടം. പാറുക്കുട്ടിയിൽ നിന്ന് അന്നോളം ആരും കേട്ടിട്ടില്ലാത്ത തരം ശബ്ദമായിരുന്നു അത്. കാരിരുമ്പിൻ്റെ കടുപ്പവും കട്ടിയും ശുദ്ധജലത്തിൻ്റെ ലാളിത്യവും തെളിമയും ഒരുമിച്ചുള്ള ശബ്ദം. കഥയുടെ അവസാനത്തിൽ സൂചന എന്ന തലക്കെട്ടിൽ സി രാധാകൃഷ്ണൻ ചേർക്കുന്നത് ഇതാണ്. അടുത്ത 2 പതിറ്റാണ്ടിനകം സ്വരനിറഭേദങ്ങൾക്കതീതമായി ഭൂമിയിൽ സർവജീവി പ്രേമം പുലരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയും വാഗ്ദാനവുമാണ് വെളിച്ചത്തിൻ്റെ അമ്മയെങ്കിലും ഇരുട്ടിൻ്റെ നിറവുമായി പിറന്ന പാറുക്കുട്ടി. ഇതാണ് സി രാധാകൃഷ്ണൻ്റെ കറുത്തു വെളുത്ത പാറൂട്ടി എന്ന കഥ.